നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ ഞാൻ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല, അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ അങ്ങനെ വെള്ളം പോലെ കുടിക്കാൻ നമുക്ക് അറിഞ്ഞൂടാത്തത് നിങ്ങൾക്ക് ഇതൊക്കെ അറിയേണ്ടതാണ്. പക്ഷെ നിങ്ങൾ ഇതൊരിക്കലും ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ ഒരാൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ഹലോ, റൈറ്റ്? ഇപ്പൊ എസിഡിറ്റി, ഓക്കെ, എക്സാമ്പിൾ എടുക്കാം. അതിഭീകരമായിട്ടുള്ള ഡേഞ്ചർ. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യാൻ? ഇഞ്ചി കഴിക്കും. ഇഞ്ചി കഴിക്കും. എന്നിട്ട് കിടന്നടയ്ക്ക് ഇങ്ങനെ ഉടയും. പിന്നെ ഇഞ്ചി കഴിഞ്ഞാൽ പിന്നെ വെളുത്തുള്ളിയായി. അവസാനം വായ നാളായിട്ട് പിന്നെ അടുത്ത് പോകാതെയാവും. കേട്ടോ? ഇങ്ങനെ ഇടതും മറന്നും ഇതൊന്നും ചെയ്യണ്ട. ഹലോ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ചെയ്തു നോക്കി. പക്ഷെ അന്നേരം നമ്മുടെ തലയിൽ ഇതൊന്നും പോയിട്ടില്ല. എന്നാൽ ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ അതിഭീകരമായ എഫിഡിറ്റി നെഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ ഇടതുഭാഗത്തേക്ക് ചെയ്തിട്ട് കിടക്കുക. ഹലോ, ഇടതുഭാഗത്തേക്ക് ചെയ്തിട്ട് കിടക്കുക. പോയി എഫിഡിറ്റി പോയി. അതിന് ഇഞ്ചിയും വേണ്ട, വെളുത്തുള്ളിയും വേണ്ട, ഒന്നും വേണ്ട. ഇടതുഭാഗത്തേക്ക് കിടക്കുക. പക്ഷെ നമുക്ക് നല്ല തോന്നുന്നതാണ്. വയറിൽ ഇരിക്കും, കിടക്കും, മടക്കും. സിമ്പിൾ. ഓക്കെ, അപ്പൊ ആദ്യത്തെ എന്താണെന്നറിയാം? ഉറങ്ങാൻ ആദ്യം പഠിക്കണം. സ്ലീപ്പാണ്. ഈ സ്പീഡില് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് എന്നാണ്, ഉറക്കം. നമുക്കായിരിക്കും ഉറങ്ങാറുണ്ടോ? ഹലോ, നമുക്കായിരിക്കും ഉറങ്ങാറുണ്ടോ? പല ആളുകൾ അത് പ്രശ്നം ഞങ്ങൾക്ക് ഉറക്കുന്നില്ല സർ. അപ്പൊ ഞാൻ പറയുന്നത് എവിടെയെങ്കിലും മീറ്റിംഗ് ഞാൻ പറഞ്ഞായിരുന്നു. കാരണം മീറ്റിങ്ങിലല്ലേ എന്താ ഉറങ്ങാറുണ്ട്. അപ്പൊ കുറച്ചേരം കാണാം, ധ്യാനത്തിലേക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഉറങ്ങാറുണ്ടോ? ഒന്ന്, റൈറ്റ്? അപ്പൊ ഒന്ന് ഈ ഉറങ്ങണമെങ്കിൽ എങ്ങനെ ഉറങ്ങണം? എങ്ങനെ ഉറങ്ങണം? ഹലോ, എങ്ങനെയാ ഉറങ്ങേണ്ടത്? അത് ബേസിക് ആയിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പറയാം. എങ്ങനെയാ സാധാരണ ഉറങ്ങേണ്ടത്? അല്ല, അത് പിന്നെ എസിഡിറ്റി ആണെങ്കിൽ 2 ദിവസം എടുക്കണം. പിന്നെ 2 മണിക്കൂർ, പിന്നെ അങ്ങനെയല്ല, ഒറ്റ അടിക്ക് 6 to 7 മണിക്കൂർ. എത്ര ആൾക്കാർ ഉറങ്ങുന്നുണ്ട്? 6 to 7 hours വിത്തൗട്ട് എനി ബ്രേക്ക്. ഓക്കെ, കഷ്ടിച്ച് 5% ഇത്ര ആൾക്കാരാണ്. ഹലോ, ചിരിക്കണം. സന്തോഷിക്കാൻ കിട്ടുന്ന ഓരോ ചാൻസ് മുതലാകണം. ഇല്ലെ സന്തോഷിക്കാൻ വേണ്ടി ശ്രമിക്കണം, അല്ലെ ചിരിക്കാൻ ശ്രമിക്കണം. ഹലോ, ചിരിക്കത്തില്ല, തേനീച്ച കുത്തിയ മൊത്തം മുഖമായിട്ടിരിക്കും. അതുകൊണ്ട് എന്തുണ്ടായെന്നറിയോ? ശരീരം മൊത്തം കുറെ വേണ്ടാത്ത എൻസൈമുകളും വേണ്ടാത്ത പ്രോട്ടീനുകളും വേണ്ടാത്ത ഹാർമോൺസുകളാണ് റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശരീരം അന്നു താഴ്ത്തയാവും നിങ്ങൾ അറിയുന്നത്. ഹലോ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പണ്ടത്തെ ആൾക്കാർക്ക് ടെൻഷൻ ഇല്ല, ഇന്നത്തെ സമാധാനം തന്നെയായിരുന്നു, ഒരു രോഗമില്ലായിരുന്നു. ഇപ്പൊ ചില നഗരങ്ങളിലൊക്കെ ചില ഗ്രാമങ്ങളിൽ ചെന്ന് നോക്കാം. ഇപ്പൊ യുപിയിൽ പോയാലോ അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു നാടൻ പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ കുറെ പ്രായമുള്ള ആൾക്കാർ വട്ടത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടോ? നമ്മൾ എങ്ങനെ എന്താ സംസാരിക്കുന്നത്? ഇവിടേക്ക് എന്താ അവർ സംസാരിക്കുന്നത്? പക്ഷെ അവർക്ക് ഒരു രോഗം ഉണ്ടാവില്ല, നമ്മുടെ ശരീരം ഒരു രോഗമായിരിക്കും. കാരണം അവർക്ക് അത്രയും മനസമാധാനം, ആബ്സല്യൂട്ട്ലി എൻജോയിങ് ലൈഫ്. ഇവിടെ നമുക്ക് അതല്ലല്ലോ. ഒരു രോഗം വന്നിട്ട് ഡോക്ടറിന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ടെൻഷനാണ്. നിങ്ങളുടെ പ്രഷർ വല്ലാതെ കൂടിയില്ല കേട്ടോ, നീ ഉടനെ തന്നെ മിക്കവാറും നമുക്ക് ബൈപ്പാസ് ചെയ്യേണ്ടി വരും കേട്ടോ, പ്രഷർ കൂടി. എന്താണോ? അപ്പൊ നമുക്ക് ടെൻഷൻ തന്നെയാണ്, ടെൻഷൻ തന്നെ വിഷയിക്കുന്നുണ്ട്. ഒന്ന് വെക്കൂ. നല്ല ടൈമുണ്ട് കൊണ്ടുണ്ട് കഴിച്ചോ. എത്ര നല്ല സ്നേഹം, എത്ര നല്ല ഇമോഷണൽ വെൽബീങ്. മൂന്നാമത്തെ ഈ എക്സസൈസ് ആണ്, വ്യായാമം. ഹലോ, ഇവിടെ പ്രമേഹമുള്ള ആളായിരുന്നു. പ്രമേഹമുള്ള അതുകൊണ്ടായിരുന്നു സാർ പ്രമേഹമുള്ള പ്രമേഹമുണ്ടാകും. ഓക്കെ, എത്ര കാലം സാർ പ്രമേഹമായിട്ട്? 2010. പഞ്ചസാര ഒഴിവാക്കണം, ചോറ് ഒഴിവാക്കണം, ബാക്കിയൊന്നും കഴിക്കണം. ഹലോ, ഇനി ഒരു കാര്യം നിങ്ങൾ പറയാമോ? നിങ്ങൾ പ്രമേഹം എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഈ സാറിന് ഗുളിക കൊടുക്കും, എത്ര മാസം തോറും വരാണ് വർദ്ധിക്കണം. അപ്പോൾ ഇദ്ദേഹം ഇന്ന് പോയി വിചാരിക്കും, ഇന്നത്തെ 6-ാം തീയതി. ഓക്കെ, 6th April ഇദ്ദേഹം ഡോക്ടറിന് പോയി, ഡോക്ടർ പരിശോധന കഴിഞ്ഞു. അടുത്ത 6-ാം തീയതി വരണം. ഓക്കെ, അടുത്ത 6-ാം തീയതി ഡോക്ടർക്ക് പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ആദ്യം വിവരം എന്താണെന്ന് അറിയോ? ഷുഗർ കുറയേണ്ട ഈശ്വരാണ്, കുറച്ചെങ്കിലും കുറഞ്ഞു കിട്ടണം. ആ ടെൻഷനിലാണ് പോകുന്നത്. അവിടെ പോയി ഷുഗർ ടെസ്റ്റ് ചെയ്യും. ഹലോ, പിന്നെ ഞാൻ പലതും കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒന്നുകിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കും, ഇല്ലെങ്കിൽ TPBS നോക്കും. പക്ഷെ നോക്കേണ്ടത് ഈ 3-മാണ്.
HbA1c നോക്കണം, TP-base, FP, ഇത് മൂന്നും നോക്കണം. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് ഒരു ചിത്രം കിട്ടത്തുള്ളൂ. ഹലോ ഹലോ. അപ്പോഴ് നമ്മൾ അന്ന് മാത്രം പോയിട്ടാണ് നോക്കുന്നത്. അതായത് 6 ഏപ്രിലിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ 6 മെയ് ആണ് നോക്കുന്നത്. യെസ് ഓർ നോ? അതിന്റെ നമ്മൾ നോക്കുന്നില്ല. അപ്പൊ ഈ 6-ാം തീയതി മുതൽ ഈ 6-ാം തീയതി വരെ ഈ പറയുന്ന സാറിന്റെ ആൾക്കാർ പല ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. യെസ്, പല ഭക്ഷണം കഴിക്കുമ്പോൾ ചിലത് കഴിക്കുമ്പോൾ ഷുഗർ ഇങ്ങനെ കയറി കുറേ നേരം നിൽക്കും. താഴെ നോക്കുമ്പോഴേക്ക് അടുത്ത ഭക്ഷണം കൊടുക്കും, വീണ്ടും കയറി. പിന്നെ താഴെ ആകുമ്പോഴേക്ക് അടുത്ത ഭക്ഷണം കൊടുക്കും, വീണ്ടും കയറി. ഹലോ, ഇതിൽ ചില സമയത്ത് ചിലതൊക്കെ നമ്മൾ കഴിക്കും. ചില ആളുകൾ പറയാനുണ്ട്, സാറേ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് കുറച്ച് പഴുത്ത ചക്ക കഴിച്ചു വിട്ടിട്ടുണ്ടോ മതി, അത് മാത്രം. ആ പഴുത്ത ചക്ക കഴിക്കുമ്പോൾ ഇവിടെ എത്തി. ഹലോ, അവസാനം ഇവനിങ്ങനെ നിന്ന് പോവാ. ഇങ്ങോട്ട് താഴോട്ട് വരാൻ നോക്കുമ്പോഴേക്ക് നല്ല ചോറ് കഴിക്കും. അപ്പോൾ ഇവൻ ഇവിടെ താഴെ സമ്മതിക്കില്ല, ഇവൻ നീ കൊണ്ടുപോകും. അപ്പോഴേക്ക് വൈകുന്നേരം വീണ്ടും ചക്ക, അപ്പോഴേക്കും വീണ്ടും കൂടി. അപ്പൊ നോക്കിയാൽ ഇവിടുന്ന് ഇവിടേക്കായിരുന്നു ഷുഗറുള്ളത്, ഇവിടെ എത്തി. ഹലോ, അടുത്ത മാസം ഇവിടെ പോകുമ്പോഴേക്കും ഒരു ടെസ്റ്റ് നടത്തിയിട്ട് പറയും, നിങ്ങൾക്ക് പണ്ടത്തെ ഷുഗർ ചെറിയൊരു വ്യതിയാനം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ടെസ്റ്റ്. ഹലോ, അപ്പൊ എന്ത് കഴിച്ചിട്ട് കൂടി നമുക്കറിയുന്നില്ല, എന്ത് കഴിച്ചാൽ കുറയും നമുക്കറിയുന്നില്ല. അറിയുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടാവും, പ്രത്യേകിച്ച് പ്രമേയമുള്ള ആൾക്കാർ. കാരണം നമ്മൾ പ്രമേയം മാത്രമല്ല, പ്രഷർ നോക്കുന്ന സാധനം പോലും നിങ്ങളെ കയ്യിലാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും ഓരോ വ്യക്തി നിങ്ങളെ കൊല്ലും. ഹലോ, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുന്നേ ചെക്ക് ചെയ്യുക, എന്നിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഏത് ഭക്ഷണം കഴിച്ചിട്ടാണ് കൂടുതൽ അത് ഒഴിവാക്കിയാണ്. ഹലോ, ഇപ്പൊ ചോറ് കഴിക്കാൻ നിങ്ങൾക്ക് വലിയ നിർബന്ധം വിചാരിച്ചാൽ വൈറ്റ് റൈസ് ഒഴിവാക്കിയിട്ട് ബ്രൗൺ റൈസ് കഴിക്കുക. ഹലോ, രാത്രി ചോറുകൾ ഒഴിവാക്കുക, പച്ചക്കറികൾ സാലഡ്സ് നല്ലോണം കഴിക്കുക, അതുപോലെ മുളപ്പിച്ച പയറുകൾ കഴിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക. ഹലോ, നല്ലോണം വെള്ളം കുടിക്കുക. ആ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ രാവിലെ നിങ്ങൾ ഒരു മസാല ദോശയും 2 ഇഡ്ഡലിയും 1 വടയും എല്ലാം കഴിച്ചില്ലേ? ഇതിന്റെ കൂടെ പഞ്ചസാര ചേർത്ത ഒരു ചായ കുടിച്ചു. എന്റെ പഞ്ചസാര ഇല്ല സർ, ഞാൻ ചായ കുടിച്ചു, അതിൽ പാലുണ്ടാവുമല്ലോ, പെട്ടെന്ന് കുടിക്കുന്നില്ല. ഇത് കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് വേണ്ട ഷുഗർ നല്ലോണം കുടിക്കും. ഓക്കെ, ഈ സാധനം താഴോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഉച്ചക്കത്തെ ചോറ് കൊടുക്കും. സാധാരണ സംഭവിക്കുന്നത് ഒരു പ്രമേഹ രോഗമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കരുത്. യെസ് ഓർ നോ? യെസ്. എന്താ കൊടുക്കുക? എന്ത് ഭക്ഷണം കൊടുക്കുക? എന്നാ നിങ്ങൾ വീട്ടിലുണ്ടാക്കി എന്തെങ്കിലും കൊടുക്കുന്നത്? ചോറൊക്കെ കൊടുക്കുന്നത്. യെസ്. അപ്പൊ ഇതാ രാവിലെ ഇഡ്ഡലി, 2 ഇഡ്ഡലിയും ഒരു പാല് കാച്ചി ചായ കൊടുക്കും, ഷുഗർ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഹലോ, ഏകദേശം 12 കൃത്യസമയത്ത് കൊടുക്കണം. ചോറ് കൊടുക്കും, അവൻ പിന്നെയും ശകലം കയറ്റി ഇങ്ങനെ കൊണ്ടുപോകും. വൈകുന്നേരം വീണ്ടും കൃത്യം പറയണം. അപ്പൊ ഇവിടെയായിരുന്നുള്ളത് ഇവിടെ എത്തിച്ചു വരും. ഇത്ര കയറിയില്ലേ? ഇതെല്ലാ ദിവസവും കയറി കഴിഞ്ഞാൽ അടുത്ത സംഭവം ഷുഗർ ഇവിടെയുണ്ട്.